കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മുറിഞ്ഞപുഴയ്ക്ക് സമീപം പുല്ലുപാറയിൽ കെഎസ്ആർടിസി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിനോദയാത്ര സംഘത്തിലെ 4 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി, രമാമോഹൻ, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെ 6:05 അപകടം. വിനോദയാത്ര സംഘത്തിലെ 34 പേരും 3 ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. മാവേലിക്കരയിൽ നിന്ന് കെഎസ്ആർടിസി ബസ് വാടകയ്ക്കെടുത്ത് തഞ്ചാവൂർ ക്ഷേത്രം ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങും വഴിയാണ് അപകടം. ബ്രേക്ക് നഷ്ടമായ വിവരം ഡ്രൈവർ യാത്രക്കാരെ അറിയിച്ചിരുന്നു. റോഡരികിലെ ക്രാഷ് ബാരിയർ തകർത്ത് 30 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. റബ്ബർ മരങ്ങളിൽ തട്ടിനിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മരിച്ചവർ ബസിന്റെ അടിയിൽപ്പെട്ടവരാണെന്നാണ് വിവരം. ഇവരുടെ മൃതദേഹങ്ങൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ മറ്റുള്ളവർ ഇതേ ആശുപത്രിയിലും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. സന്തോഷ ഇവര് തഞ്ചാവൂരിന് പോയതാണ്. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂര് പോയ 34 പേരിറങ്ങിയ കേരള കെഎസ്ആർടിസിയുടെ ബസ്സാണ്. അതാണ് ഇപ്പൊ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ വണ്ടിയിൽ വന്നാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടുതലുള്ളവർ കുറെ പേരോട് അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. സ്ഥലം ഇത് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. ആർക്കും അപകടമില്ലെന്ന് തോന്നുന്നു. അറിയില്ല. ഓരോരുത്തരെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. എല്ലാരെയും അറിയിച്ചിട്ടുള്ളതാണ്. പാട്ടുവീട്ടിലെല്ലാം അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരും 3 സ്റ്റാഫ് ഉൾപ്പെടെ 37 അംഗങ്ങളുള്ള ബസ്സാണ്. പുലർച്ചെ 4 മണിക്ക് ശേഷം ബ്രേക്ക് പോയി മറിയാനിടവന്നു. ഇപ്പോൾ 4 പേരാണ് മരണപ്പെട്ടത്. 3 പേര് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഓടിയുണ്ട്. ഒരെണ്ണം പാലാ ശിവ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെട്ടത്. പാലാ ആശുപത്രി. അങ്ങനെ 4 പേര് മരണപ്പെട്ടു. ഇനി 2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഒരു വിഷയം ഇവരുടെ ഭർത്താവ് രാധാകൃഷ്ണൻ. ഒരാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. മറ്റേ ആളുടെ ഹസ്ബൻഡാണെന്ന് ഇവിടെ ഇരിക്കുന്നത്. ആ 2 പേരെയും മെഡിക്കൽ കോളേജിൽ. ഈ 4 ബോഡികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പാലായിലെ പ്രത്യേക ടീമിനെ അയച്ചു. പൊതുവെ ഞങ്ങളിപ്പോൾ ഡ്രൈവറോട് സംസാരിച്ചപ്പോഴും കണ്ടക്ടറോട് സംസാരിച്ചപ്പോഴും യാത്രക്കാരോട് സംസാരിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞത് വണ്ടിയുടെ ബ്രേക്ക് പോയെന്ന് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. ഭൂരിപക്ഷം ആളുകൾ ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഈ ഡ്രൈവറുടെ അനൗൺസ്മെന്റ് എല്ലാവരും കേട്ടിരുന്ന കേട്ടവർ വണ്ടിയുടെ കമ്പിയിലെല്ലാം ഞാരി അവളെ പറ്റുകയൊക്കെ ചെയ്തവർ കമ്പിയിൽ കയറി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കമ്പിയിൽ ബ്രേക്ക് പോയിരുന്നു എന്ന് ശരിയാണ്. ഡ്രൈവറുടെ 2 പ്രാവശ്യം വിളിച്ചു പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്തു. അത് യാത്രക്കാരെല്ലാം പറയുന്നു. ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പരിശോധന നടത്തിയെങ്കിൽ അപകട കാരണത്തെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് യാത്രക്കാരെ കൂടെ പറഞ്ഞു. ഡ്രൈവറും വിശദീകരിച്ചു. അപ്പോൾ ഇത് പല സ്ഥലത്തും നിർത്തിയാണ് വണ്ടി വന്നിരുന്നത് എന്ന കാര്യം സൂചിപ്പിച്ചു. അവർ പുള്ളിയിറങ്ങി ഡീസലടിച്ചിരുന്നു. അതിനുശേഷം പണിക്ക് 2 or 3 ഘട്ടങ്ങളിൽ വണ്ടി നിർത്തിയിരുന്നു. ആ നിർത്തിയ സ്ഥലത്ത് എല്ലായിടത്തും വിശ്രമിച്ചതിന് ശേഷമാണ് പുറപ്പെട്ടത് അവർ പറയുന്നു. അപ്പോൾ ഏറെക്കുറെ ഈ സംഭവങ്ങളുടെ ഉള്ളടക്കം ഡ്രൈവർ വിശദീകരിച്ചതും യാത്രക്കാർ വിശദീകരിച്ചതെല്ലാം ഒരേ സ്വഭാവത്തിലുള്ളതായിരുന്നു. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഏതാണ്ട് സൂചന വരുന്നത്. ഏതായിരുന്നാലും ഇനി ഗുരുതരമായ രോഗമുള്ളവരെ ഒരാൾക്ക് മാത്രം ഹെഡ് ഇഞ്ചുറി ഉണ്ട്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മുറിഞ്ഞപുഴയ്ക്ക് സമീപം പുല്ലുപാറയിൽ കെഎസ്ആർടിസി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിനോദയാത്ര സംഘത്തിലെ 4 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി, രമാമോഹൻ, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെ 6:05 അപകടം. വിനോദയാത്ര സംഘത്തിലെ 34 പേരും 3 ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. മാവേലിക്കരയിൽ നിന്ന് കെഎസ്ആർടിസി ബസ് വാടകയ്ക്കെടുത്ത് തഞ്ചാവൂർ ക്ഷേത്രം ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങും വഴിയാണ് അപകടം.
ബ്രേക്ക് നഷ്ടമായ വിവരം ഡ്രൈവർ യാത്രക്കാരെ അറിയിച്ചിരുന്നു. റോഡരികിലെ ക്രാഷ് ബാരിയർ തകർത്ത് 30 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. റബ്ബർ മരങ്ങളിൽ തട്ടിനിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മരിച്ചവർ ബസിന്റെ അടിയിൽപ്പെട്ടവരാണെന്നാണ് വിവരം. ഇവരുടെ മൃതദേഹങ്ങൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ മറ്റുള്ളവർ ഇതേ ആശുപത്രിയിലും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. സന്തോഷം. ഇവര് തഞ്ചാവൂരിന് പോയതാണ്, മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് അല്ലേ? മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂർ പോയ 34 പേരിറങ്ങിയ കേരള KSRTCയുടെ ബസ്സാണ്. അതാണ് ഇപ്പൊ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടുതലുള്ളവർ കുറെ പേരൂടെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. സ്ഥലം ഇത് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത്. പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. ആർക്കും അപകടമില്ലെന്ന് തോന്നുന്നു. എന്തോ അറിയില്ല. ഓരോരുത്തരെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കുഴപ്പമില്ല, എല്ലാരെയും അറിയിച്ചിട്ടുള്ളതാണ്. പാട്ടുവീട്ടിലെല്ലാം അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരും 3 സ്റ്റാഫ് ഉൾപ്പെടെ 37 അംഗങ്ങളുള്ള ബസ്സാണ്. പുലർച്ചെ 4 മണിക്ക് ശേഷം ബ്രേക്ക് പോയി മറിയാനിടവന്നു പുല്ലുപാറ. ഇപ്പോൾ 4 പേരാണ് മരണപ്പെട്ടത്. 3 പേര് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഓടിയുണ്ട്. ഒരെണ്ണം പാല ആശീവ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെട്ടത്. പാല ആശുപത്രി. അങ്ങനെ 4 പേര് മരണപ്പെട്ടു. ഇനി 2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഒരു വിഷയം അവരുടെ ഭർത്താവ് രാധാകൃഷ്ണൻ. ഒരാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. മറ്റേയാൾ ഹസ്ബൻഡാണെന്ന് കൂടെ അയക്കുന്നു. ആ 2 പേരെയും മെഡിക്കൽ കോളേജിൽ. ഈ 4 ബോഡികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പാലായിലെയും പ്രത്യേക ടീമിനെ അയച്ചു. പൊതുവെ ഞങ്ങളിപ്പോൾ ഡ്രൈവറോട് സംസാരിച്ചപ്പോഴും കണ്ടക്ടറോട് സംസാരിച്ചപ്പോഴും യാത്രക്കാരോട് സംസാരിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞത് വണ്ടിയുടെ ബ്രേക്ക് പോയി എന്ന് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. ഭൂരിപക്ഷം ആളുകൾ ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഈ ഡ്രൈവറുടെ അനൗൺസ്മെന്റ് എല്ലാവരും കേട്ടിരുന്നു. കേട്ടവർ വണ്ടിയുടെ കമ്പിയിലെല്ലാം ഞാരി വെള്ളം പറ്റുകയൊക്കെ ചെയ്തു. കമ്പിയിൽ കയറി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കമ്പിയിലെല്ലാം ബ്രേക്ക് പോയിരുന്നു എന്ന് ശരിയാണ്. ഡ്രൈവറുടെ 2 പ്രാവശ്യം വിളിച്ചു പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്തു. അത് യാത്രക്കാരെല്ലാം പറയുന്നു. ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പരിശോധന നടത്തിയെങ്കിൽ അപകട കാരണത്തെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് യാത്രക്കാരെ ഞങ്ങളോട് പറഞ്ഞു. ഡ്രൈവറും വിശദീകരിച്ചു. അപ്പോൾ ഇത് പല സ്ഥലത്തും നിർത്തിയാണ് വണ്ടി വന്നിരുന്നത് എന്ന കാര്യം സൂചിപ്പിച്ചു. അവർ പുള്ളിയിറങ്ങി ഡീസലടിച്ച് അതിനുശേഷം വണ്ടിക്ക് 2 3 ഘട്ടങ്ങളിൽ വണ്ടി നിർത്തിയിരുന്നു. ആ നിർത്തിയ സ്ഥലത്ത് എല്ലായിടത്തും വിശ്രമിച്ചതിന് ശേഷമാണ് പുറപ്പെട്ടത് അവർ പറയുന്നു. അപ്പോൾ ഏറെക്കുറെ ഈ സംഭവങ്ങളുടെ ഉള്ളടക്കം ഡ്രൈവർ വിശദീകരിച്ചതും യാത്രക്കാർ വിശദീകരിച്ചതെല്ലാം ഒരേ സ്വഭാവത്തിലുള്ളതായിരുന്നു. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഏതാണ്ട് സൂചന വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇനി ഗുരുതരമായ രോഗമുള്ളവരായിരിക്കില്ല. ഒരാൾക്ക് മാത്രം ഹെഡ് കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മുറിഞ്ഞപുഴയ്ക്ക് സമീപം പുല്ലുപാറയിൽ KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിനോദയാത്ര സംഘത്തിലെ 4 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി, രമ മോഹൻ, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെ 6:05 അപകടം. വിനോദയാത്ര സംഘത്തിലെ 34 പേരും 3 ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. മാവേലിക്കരയിൽ നിന്ന് KSRTC ബസ് വാടകയ്ക്കെടുത്ത് തഞ്ചാവൂർ ക്ഷേത്രം ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങും വഴിയാണ് അപകടം. ബ്രേക്ക് നഷ്ടമായ വിവരം ഡ്രൈവർ യാത്രക്കാരെ അറിയിച്ചിരുന്നു. റോഡരികിലെ ക്രാഷ് ബാരിയർ തകർത്ത് 30 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. റബ്ബർ മരങ്ങളിൽ തട്ടിനിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മരിച്ചവർ ബസിന്റെ അടിയിൽപ്പെട്ടവരാണെന്നാണ് വിവരം. ഇവരുടെ മൃതദേഹങ്ങൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ മറ്റുള്ളവർ ഇതേ ആശുപത്രിയിലും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. സന്തോഷം. ഇവര്
തഞ്ചാവൂരിന് പോയതാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് അല്ലേ? മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂര് പോയ 34 പേരിറങ്ങിയ കേരള KSRTCയുടെ ബസ്സാണ്. അതാണ് ഇപ്പൊ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെയുള്ളവർ കുറെ പേരൂടെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. സ്ഥലം ഇത് പുല്ലുപാറ പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത്. പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. ആർക്കും അപകടമില്ലെന്ന് തോന്നുന്നു. എന്തോ അറിയില്ല. ഓരോരുത്തരെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. രക്ഷിച്ചുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല. എല്ലാരെയും അറിയിച്ചിട്ടുള്ളതാണ്. പാട്ടുവീട്ടിലെല്ലാം അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരും 3 സ്റ്റാഫ് ഉൾപ്പെടെ 37 അംഗങ്ങളുള്ള ബസ്സാണ്. പുലർച്ചെ 4 മണിക്ക് ശേഷം ബ്രേക്ക് പോയി മറിയാനിടവന്നു പുല്ലുപാറ. ഇപ്പോൾ 4 പേരാണ് മരണപ്പെട്ടത്. 3 പേര് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഓടിയുണ്ട്. ഒരെണ്ണം പാലാ ആർശീവ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെട്ടത്. പാലാ ആശുപത്രി. അങ്ങനെ 4 പേര് മരണപ്പെട്ടു. ഇനി 2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഒരു വിഷയം അവരുടെ ഭർത്താവ് രാധാകൃഷ്ണൻ. ഒരാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. മറ്റേയാളുടെ ഹസ്ബൻഡാണെന്ന് കൂടെ ആ 2 പേരെയും മെഡിക്കൽ കോളേജിൽ. ഈ 4 ബോഡികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പാലായിലെ പ്രത്യേക ടീമിനെ അയച്ചു. പൊതുവെ ഞങ്ങളിപ്പോൾ ഡ്രൈവറോട് സംസാരിച്ചപ്പോഴും കമ്പനിയോട് സംസാരിച്ചപ്പോഴും യാത്രക്കാരോട് സംസാരിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞത് വണ്ടിയുടെ ബ്രേക്ക് പോയി എന്ന് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. ഭൂരിപക്ഷം ആളുകൾ ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഈ ഡ്രൈവറുടെ അനൗൺസ്മെന്റ് എല്ലാവരും കേട്ടിരുന്ന കേട്ടവർ വണ്ടിയുടെ കമ്പിയിലെല്ലാം ഞാരി വെള്ളം പറ്റുകയൊക്കെ ചെയ്തവർ കമ്പിയിൽ കയറി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കമ്പിയിൽ ബ്രേക്ക് പോയിരുന്നു എന്ന് ശരിയാണ്. ഡ്രൈവറുടെ 3 പ്രാവശ്യം വിളിച്ചു പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്തു. അത് യാത്രക്കാരെല്ലാം പറയുന്നു. ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ